NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്ക് മറുപടി നൽകിയിരിക്കുന്നു ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ. ഹൈന്ദവ സമൂഹത്തിൽ ഉണ്ടാകേണ്ട പരിഷ്കരണത്തെക്കുറിച്ചാണ് താൻ പറഞ്ഞത്. സുകുമാരൻ നായർ പറയുന്നത് പഴയ ആചാരങ്ങൾ അതുപോലെ നിലനിർത്തണം എന്നാണ്. മന്നത്ത് പത്മനാഭന്റെ അഭിപ്രായത്തിന് വിപരീതമായാണ് സുകുമാരൻ നായർ പറയുന്നത് എന്നാണ് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ആ വിവാദം ക്ഷേത്രങ്ങളിൽ പുരുഷന്മാർ മേൽവസ്ത്രം എന്തിനാണ് ഊരുന്നത്, അത് ആ ഒരു ആചാരം മാറ്റിവെക്കേണ്ടതാണ്. അത് ശിവഗിരിയുടെ ക്ഷേത്രങ്ങൾ, ശിവഗിരി മഠത്തിന് കീഴിൽ വരുന്ന ക്ഷേത്രങ്ങളിൽ അതൊക്കെ കൊണ്ടുവരേണ്ടതാണ് എന്ന് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞ അഭിപ്രായത്തെയാണ് ആചാര ലംഘനത്തിന് ആരാണ് നിങ്ങൾക്ക് അവകാശം നൽകിയത് എന്ന അർത്ഥത്തിൽ ഇന്ന് ജി സുകുമാരൻ നായർ പ്രതികരിച്ചത്. അതിനുള്ള സ്വാമി സച്ചിദാനന്ദയുടെ മറുപടിയാണ് ഇതായി വന്നിരിക്കുന്നത്. കേൾക്കൂ. ശിവഗിരി തീർത്ഥാടന വേദിയിൽ ഹൈന്ദവ സമൂഹത്തിലുണ്ടാകേണ്ട ഒരു പരിഷ്കാരത്തെ സംബന്ധിച്ച് ഞാൻ സംസാരിച്ചു. സുകുമാരൻ നായർ പറയുന്നത് പഴയ ആചാരങ്ങൾ അതേപോലെ നിലനിർത്തിക്കൊണ്ടു പോകണമെന്നാണ്. മന്നത്തിന് സുകുമാരൻ നായരുടെ അഭിപ്രായം കാഴ്ചപ്പാടാണ് ഉണ്ടായിരുന്നത് എങ്കിൽ ഉടുപ്പ് ഇട്ടുകൊണ്ട് ഇവിടെ പ്രവേശിക്കരുത്, ഉടുപ്പ് ഊരിയെ പ്രവേശിക്കാവൂ എന്ന് മന്നം പറഞ്ഞില്ലല്ലോ. അപ്പോൾ സുകുമാരൻ നായർ പറയുന്നത് മന്നത്തിന്റെ അഭിപ്രായത്തിന് വിപരീതമായിട്ടാണ്. അജീഷ് ജയകുമാർ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി. അജീഷ്, ഈ സനാതനധർമ്മം സംബന്ധിച്ച് ചില അഭിപ്രായ പ്രകടനങ്ങൾ മുഖ്യമന്ത്രി നടത്തിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ആചാരങ്ങൾക്ക് കാലാനുസൃതമായ പരിഷ്കാരങ്ങൾ ആചാരങ്ങളിൽ വരണം എന്നൊരു അഭിപ്രായം സ്വാമി സച്ചിദാനന്ദ പറയുകയും അതിന് മുഖ്യമന്ത്രി പിന്തുണയ്ക്കുകയും ചെയ്തത്. അതിനെ വളരെ രൂക്ഷമായ ഭാഷയിൽ ഇന്ന് മന്നം ജയന്തി ആഘോഷ വേളയിൽ ഉദ്ഘാടന വേദിയിൽ വെച്ച് ജി സുകുമാരൻ നായർ അതിനെ വിമർശിക്കുകയും കടന്നാക്രമിക്കുകയും ചെയ്തിരിക്കുന്നു. അതിനുള്ള മറുപടിയാണല്ലോ ഇപ്പോൾ സ്വാമി സച്ചിദാനന്ദ നൽകിയിരിക്കുന്നത്. എന്താണ് അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിച്ചത്? ഗോപി, എന്തായാലും ക്ഷേത്രങ്ങളിൽ മേൽവസ്ത്രം ധരിച്ച് കയറുന്നത് അത് അനാചാരമാണെന്നും അത് കാലാതീതമായി തിരുത്തണമെന്നുമായിരുന്നു ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ ഈ ധർമ്മസംഘം പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി പറഞ്ഞത്. അതിനെ പിന്തുണച്ചുകൊണ്ടാണ് സനാതനധർമ്മത്തെ ഒക്കെ കോട്ട് ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി ആ പ്രസ്താവനയെ പിന്തുണച്ചുകൊണ്ട് ഒരു പ്രസംഗം നടത്തിയത്. ആ ഉദ്ഘാടന പ്രസംഗത്തിന് എതിരെയാണ് ഇന്ന് NSS ജനറൽ സെക്രട്ടറി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത്. അതായത് അനാചാരങ്ങളെ ഇതൊന്നും പല ക്ഷേത്രങ്ങൾക്കും അനാചാരങ്ങളും പ്രത്യേക അനുഷ്ഠാനങ്ങളുമുണ്ട്. ഇത് ഹൈന്ദവ ക്ഷേത്രങ്ങളെക്കുറിച്ച് മാത്രമാണ് ശിവഗിരി മഠവും മുഖ്യമന്ത്രിയും പറയുന്നത്. മറ്റു മതങ്ങളെ ഇവർ എന്തുകൊണ്ട് പറയുന്നില്ല, അതിനെന്തുകൊണ്ട് ഇവർ ധൈര്യം കാണിക്കുന്നില്ല എന്നായിരുന്നു സുകുമാരൻ നായരുടെ വിമർശനം. കടുത്ത ഭാഷയിൽ തന്നെയാണ് സുകുമാരൻ നായർ ഇരുവർക്കും മറുപടി നൽകി. അതിനാണ് ഇപ്പോൾ ശിവഗിരി മഠം മറുപടി നൽകിയത്, സച്ചിദാനന്ദ സ്വാമി മറുപടി നൽകിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഹൈന്ദവ സമൂഹത്തിൽ ഉണ്ടാകേണ്ട പരിഷ്കരണത്തെക്കുറിച്ചാണ് ശിവഗിരി തീർത്ഥാടന വേദിയിൽ പറഞ്ഞത്. സുകുമാരൻ നായർ പറയുന്നത് പഴയ ആചാരങ്ങൾ അതുപോലെ നിലനിർത്തണമെന്നാണ്. അങ്ങനെയെങ്കിൽ മതപരിഷ്കർത്താക്കളുടെ കർമ്മങ്ങൾ എന്തിനു വേണ്ടി, അവരുടെ റോൾ എന്തിനു വേണ്ടിയാണെന്ന് ചോദിക്കുന്നു. മന്നത്ത് പത്മനാഭന്റെ പ്രവർത്തനം ഇതിനു വേണ്ടിയായിരുന്നു അദ്ദേഹം പറയുന്നു. അനാചാരങ്ങളെ ദൂരീകരിക്കാനാണ് മന്നത്ത് പ്രവർത്തിച്ചത്. മന്നത്തിന്റെ അഭിപ്രായത്തിന് വിപരീതമായാണ് സുകുമാരൻ നായർ പറയുന്നത്. സമൂഹത്തിന്റെ പരിഷ്കാരം സംബന്ധിച്ച് അഭിപ്രായം പറയാൻ തനിക്ക് ധാർമ്മിക ചുമതലയുണ്ടെന്നും സച്ചിദാനന്ദ സ്വാമി പറഞ്ഞു വെക്കുന്നുണ്ട്. ക്ഷേത്രങ്ങളിൽ കരിയും കരിമരുന്നും വേണ്ടെന്ന് 100 വർഷങ്ങൾക്ക് ഗുരു പറഞ്ഞ ആ വരി കൂടി കോട്ട് ചെയ്തുകൊണ്ടാണ് സുകുമാരൻ നായർക്ക് സച്ചിദാനന്ദ സ്വാമി മറുപടി നൽകിയിരിക്കുന്നത്. ശരി, അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ പറഞ്ഞത്.